ഓവറിലേക്ക് കടക്കുന്നു. 6 ബോളിൽ 16 റൺസ് വേണം ഈ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയക്കൊടി പാറിക്കണമെങ്കിൽ. എന്തായാലും ഇന്ത്യക്ക് കപ്പെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ തന്നെ ഈ കപ്പ് നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും രീതിയിൽ ഉള്ള ഒരു വെല്ലുവിളി ഉയർത്താൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 6 പന്തിൽ 16 റൺസ് വേണം. ഹാർദിക് പാണ്ഡ്യയിലേക്കാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ IPL ഉണ്ടായ ആ കളങ്കമൊക്കെ മാറ്റാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇതിലൂടെ സാധിക്കും. ഹാർദിക് പാണ്ഡ്യ തന്നെ ഈ ഒരു ഓവറിൽ ക്രൂഷ്യൽ ഓവർ എറിഞ്ഞുകൊണ്ട് തന്നെ രോഹിത്തിന് കപ്പ് നേടിക്കൊടുക്കുകയാണ് എങ്കിൽ മുംബൈ ഇന്ത്യൻസിലെ ആ ഒരു ക്യാപ്റ്റനും മുൻ ക്യാപ്റ്റനും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതോടെ പറഞ്ഞു തീർക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തുന്നു. വളരെ ആവേശകരമായ നിമിഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 6 ബോളിൽ 16 റൺസ് കൂടി വേണം ആര്യ ഇനി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ. എന്തായാലും അത്യന്തം ആവേശകരമായ മത്സരം, അത്യന്തം ആവേശകരമായ നിമിഷം. ഏവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ ആ കപ്പിഞ്ഞ് കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് കരുതാം. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ണിമ ചിമ്മാതെ രാജ്യം ക്രീസിലേക്ക് കണ്ണും നട്ട് ഇരിക്കുകയാണ്. കപ്പ്, ആ മോഹക്കപ്പ് അത് ഇന്ത്യയിലേക്ക് തന്നെ വരുമെന്ന് നമുക്ക് ഈ നിമിഷം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക്, അത്തരത്തിൽ കളി അനുകൂലമായി മാറുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ നമ്മൾ അവസാന നിമിഷങ്ങളിലൊക്കെ ഭയപ്പെട്ടതുപോലെ അത്രത്തോളം ആവേശകരമായ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു മത്സരത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ കപ്പ് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇന്ത്യ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷം. വളരെ മികച്ചൊരു ഓവർ എന്നിതിനെ വിശേഷിപ്പിക്കാം അല്ലേ? തീർച്ചയായും വളരെ അതിമനോഹരമായ ഹർഷദീപ് സിംഗ് ഈ അദ്ദേഹത്തിന്റെ സ്പെല്ല് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 ഓവറിൽ 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത 2 വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഈ 19ാം ഓവറിൽ അദ്ദേഹം വെറും 4 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അവരുടെ പ്രധാനപ്പെട്ട താരം ഡേവിഡ് മില്ലറിനെ അടക്കം കുഴപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് പന്തെറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ അവസാന ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പന്തെറിയുകയാണ്. ആദ്യ പന്ത് ഇതാ എറിഞ്ഞിരിക്കുന്നു. യെസ്, ഇതാ വിക്കറ്റ് പോകിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു ചെക്കിങ്ങിനെ പോകേണ്ടതായിരിക്കുന്നു. സൂര്യകുമാർ യാദവ് സ്കൈ ഇതാ ആകാശത്തൂടെ പറന്ന ക്യാച്ച് സ്വന്തമാക്കുന്നു. ആദ്യ പന്തിൽ തന്നെ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ കിരീടത്തിനരികിലേക്ക് എത്തുന്നു. ഏറ്റവും ആവേശകരമായ അന്ത്യത്തിലേക്ക് ഈ മത്സരം പോകുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അത്യന്തം ആവേശകരമായ നിമിഷത്തിലേക്ക് ഇനി 5 ബോളിൽ 16 റൺസ് വേണം ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. കേശവ് മഹാരാജും ഇനി അടുത്ത ഇറങ്ങാൻ പോകുന്ന താരങ്ങൾ ബൗളേഴ്സാണ്. അവർക്ക് എത്രത്തോളം ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ആകും, ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് ക്യാച്ച് തന്നെയാണോ ഔട്ട് തന്നെയാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. തേർഡ് അമ്പയറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ അത്യന്തം ആവേശകരമായ നിമിഷത്തിലേക്കാണ്. ഒരു പക്ഷേ ഇതാ യെസ്, ഇതാ വിക്കറ്റ് തന്നെയാണ്. ഡേവിഡ് മില്ലർ കൂടി പുറത്താകുന്നു എന്നുള്ളത് തന്നെയാണ്. സ്കൈ ഇത് ആകാശത്തിലൂടെ പറന്നെടുത്ത സൂര്യകുമാർ യാദവ് ഇതാ ഇന്ത്യക്ക് വിജയത്തിനരികിലേക്ക് എത്തിക്കുന്നു. വിജയക്കൊടി പാറിക്കാൻ ഇന്ത്യയെ പറന്നെടുത്ത് സൂര്യകുമാറിന്റെ ആ ഒരു തകർപ്പൻ ക്യാച്ച് ഹാർദിക് പാണ്ഡ്യ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വിജയനായകനായി മാറുന്നു എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം, മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. ഇതാ വിക്കറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 5 ബോളിൽ 16 റൺസ് വേണം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. ഇന്ത്യ വിജയത്തിനരികിലേക്ക് എത്തിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനായി ഇതാ മികച്ച രീതിയിൽ പന്തെറിയുന്നു. 7 വിക്കറ്റുകൾ നഷ്ടം, സൗത്ത് ആഫ്രിക്കയുടെ 7 വിക്കറ്റുകൾ നഷ്ടം. അവസാന ഓവറുകളിൽ ഇതാ ഇന്ത്യ തിരിച്ചുവരവ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഹർഷദീപും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും മികച്ച രീതിയിൽ അവസാനത്തെ ഓവറുകൾ സ്പെല്ല് പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യ ഒരിക്കൽ കൂടി ആ ഒരു വിക്കറ്റ് നേട്ടത്തിലൂടെ ഇന്ത്യക്ക് വിജയത്തിനരികിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയുടെ 2ാം T20 കിരീടത്തിനരികിലേക്ക് എത്തുന്നു. ഇനി 5 ബോളുകൾ മാത്രം. ഇവരുടെ ഇനിയുള്ളത് കേശവ് മഹാരാജും ഒപ്പം തന്നെ അടുത്ത ഇറങ്ങാൻ പോകുന്ന ഒരു ബൗളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനിയുള്ളത് കഗീസോ റബാഡയും നോർജയും തബ്രേസ് ഷംസിയുമാണ്. ഈ 3 താരങ്ങളിൽ ആരായിരിക്കാം ഇറങ്ങാൻ പോകുന്നതെന്നാണ് നമുക്കിനി അറിയേണ്ടതായത്. എന്തായാലും ഈ 2 താരങ്ങൾക്ക്, കേശവ് മഹാരാജിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാകില്ല. അദ്ദേഹം അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ കൂടിയാണ് കേശവ് മഹാരാജ്. എന്തായാലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നിൽ എത്രത്തോളം താരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 5 ബോളിൽ ഇനി
16 റൺസ് കൂടി വേണം ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. അത്യന്തം ആവേശം നിറഞ്ഞ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു. അടുത്ത ബോൾ അവസാന ഓവറിലെ രണ്ടാം ബോൾ ഇപ്പോൾ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞിരിക്കുന്നു. ആ ബോള് റബാഡ ബൗണ്ടറി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 ബോളിൽ 12 റൺസ് മതി ഇനി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. അത് ഒരു എഡ്ജായിരുന്നു. ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ പരമാവധി അത് ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ അത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചില്ല. അത് എഡ്ജെടുത്ത ബൗണ്ടറി ലൈൻ താണ്ടി പോയിരിക്കുന്നു. അങ്ങനെ ഇനി 4 ബോളിൽ 12 റൺസ് വേണം ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 ആ ചാമ്പ്യൻസ് ട്രോഫി മത്സരം അത് തന്നെ അതിന് സമാനമായ മത്സരത്തിലേക്ക് ഈ T20 ലോകകപ്പ് കൂടി എത്തുന്നു എന്നുള്ളതാണ്. മത്സരം ഇന്ത്യക്ക് അനുകൂലമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ആവേശ പോരാട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 4 ബോളിൽ 12 റൺസ് വേണം. അദ്ദേഹത്തിന്റെ 3-ാം ബോൾ ഇതാ എറിയാൻ പോവുകയാണ്. ബോൾ ഡോട്ട് ബോൾ ആക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ആ ബോളിൽ സിംഗിൾ ഓടുന്നു. ഡോട്ട് ബോൾ അല്ല, സിംഗിൾ. ഇനി 3 ബോളിൽ 11 റൺസ്. 3 ബോളിൽ 11 റൺസ്. ഈ 3 ബോളും ഹിറ്റ് ചെയ്താൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാനാകൂ. ഈ പന്ത് ഇനി എറിയാൻ പോകുന്ന പന്താണ് അത് ക്രൂഷ്യൽ മൊമെന്റായി മാറുന്നത്. ഈ പന്ത് പിടിക്കാനായാൽ ഇന്ത്യ കിരീടത്തിൽ മുത്തമിടുന്നു. രോഹിത്തും സംഘവും കിരീടത്തിൽ മുത്തമിടുന്നു. രോഹിത്ത് 2007 മഹേന്ദ്ര സിംഗ് ധോണിയും സംഘവും നേടിയ ആ സ്ക്വാഡിലുണ്ടായിരുന്ന താരമാണ്. 17 വർഷങ്ങൾക്കിപ്പുറം തന്റെ ചുമലിലേറി ടീമിനെ ഇപ്പോൾ വിജയത്തിലേക്ക് നയിക്കുന്നു. കപ്പ് ഉയർത്താൻ പോകുന്നു രോഹിത്തും സംഘവും എന്നുള്ളത് തന്നെയാണ്. അതിൽ ക്രൂഷ്യൽ മൊമെന്റായി മാറിയത് ജസ്പ്രീത് ബുംറയുടെയും ഹർഷദീപ് സിംഗിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും മികച്ച ബൗളിംഗ് തന്നെയാണ് എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഒത്തൊരുമയോടെയുള്ള അച്ചടക്കത്തോടെയുള്ള ഒരു ബൗളിംഗ് നിര. അത് സ്പിന്നർമാർ പതറിയെങ്കിൽ പോലും തന്നെ ഫാസ്റ്റ് ബൗളർമാർ ഇന്ത്യക്ക് അനുകൂലമായി പന്തെറിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാ ഈ ബോളും സിംഗിൾ ആകുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള 2 ബോളിൽ 10 റൺ. ഈ 2 ബോളിലും ബൗണ്ടറികൾ നേടിയാൽ, ഒരു 6ഉം ഒരു 4ഉം നേടിയാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാനാകൂ. ഇതാ ഇന്ത്യ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ത്യക്ക് 2ാം T20 കിരീടത്തിനരികിലേക്ക് എത്തുന്നു. ആവേശകരമായ അത്യന്തം ആകാംക്ഷ നിറഞ്ഞ പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം എന്നുള്ളതാണ്. ഇനി വെറും 2 ബോളുകൾ മാത്രം. ഈ 2 ബോളുകളിൽ 2 ബോളുകളും ഹിറ്റ് ചെയ്ത് ഒരു 6ഉം ഒരു 4ഉം അടിച്ചാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ സാധിക്കൂ. കഗീസോ റബാഡയ്ക്ക് അതിന് സാധിക്കുമോ? ഹർദിക് പാണ്ഡ്യയുടെ ആ ബോളിനെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലോകം മുഴുവൻ, ലോകത്തെ കായിക പ്രേമികളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന മത്സരമായി ഇത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ മത്സരത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2 ബോളിൽ 10 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ആ 2 ബോളിൽ 1 ബോൾ ഡോട്ടാക്കിയാൽ അത് ഇന്ത്യയുടെ വിജയ നിമിഷം. ഇന്ത്യ വിജയിക്കുന്നു. ഇന്ത്യ ഒരിക്കൽ കൂടി T20 ലോകകപ്പിന്റെ കപ്പിൽ മുത്തമിടുന്നു. അതും 17 വർഷങ്ങൾക്കിപ്പുറം എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ കിരീട വരൾച്ചയ്ക്ക് ഇപ്പോൾ ഇതാ വൈഡ് ബോൾ ആകുന്നു. ഇനിയും 2 ബോളിൽ 9 റൺസ് കൂടി വേണം. അതും വീണ്ടും ആകാംക്ഷാഭരിതമായ നിമിഷത്തിലേക്കാണ്, കൂടുതൽ അത്യന്തം ആവേശകരമായ നിമിഷത്തിലേക്ക് പോകുന്നു. ഇനി 2 ബോളിൽ 9 റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഹർദിക് പാണ്ഡ്യയുടെ പന്തുകൾ നേരിടാൻ കഗീസോ റബാഡ തയ്യാറാണ്. അദ്ദേഹം എങ്ങനെ ആ പന്തിനെ നേരിടുമെന്നുള്ളതാണ്. ഈ 2 ബോളും ബൗണ്ടറി കടത്തിയാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാനാകൂ. 2 ബോളുകളിൽ 2 4 അടിച്ചാൽ അത് സമനിലയിലേക്ക് എത്താൻ സാധിക്കും. ഒരുപക്ഷെ സൂപ്പർ ഓവറുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും തന്നെ കഗീസോ റബാഡ എന്ന ആ ബൗളർക്ക് എങ്ങനെ ഹർദിക് പാണ്ഡ്യ എന്ന തീപ്പൊരു ബൗളറെ നേരിടാനാകുമെന്നുള്ളതാണ്. ഈ ഒരു ബോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള പന്ത് ഇതാ എറിയാൻ പോവുകയാണ് ഹർദിക് പാണ്ഡ്യ. എന്തായാലും അത്യന്തം ആവേശകരമായ നിമിഷമാണ്. ഇന്ത്യ ഇതാ കപ്പ് ഉയർത്തുന്നു എന്നുള്ളതാണ്. 1 ബോളിൽ 9 റൺസ് വേണം. ഇതാ ഇന്ത്യ വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി 2007 ശേഷം, 2007 പ്രഥമ T20 ശേഷം ഇതാ ഇന്ത്യ ഒരിക്കൽ കൂടി കപ്പ് നേടാൻ പോകുന്നു എന്നുള്ളതാണ്. അത്യന്തം ആവേശകരമായ ഫൈനലായിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഇന്ത്യ കപ്പ് ഉയർത്തുന്നു. 2ാമത്തെ ലോക T20 കിരീടം നേടുകയാണ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്ക അനായാസം ഈ മത്സരം സ്വന്തമാക്കുമെന്ന്
പ്രതീക്ഷിച്ചിരുന്ന ആ നിമിഷത്തിൽ നിന്നാണ്, ആ ത്രിശങ്കുവിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർമാർ ആ കിരീടം രോഹിത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജസ്പ്രീത് ബുംറ, ഒപ്പം തന്നെ ഹർഷദീപ് സിംഗ്, കൂടാതെ ഹാർദിക് പാണ്ഡ്യ എന്ന ഈ 3 തീപ്പൊരി ബൗളേഴ്സിന്റെ മികച്ച പ്രകടനം അത് തന്നെയാണ് ഈ ഒരു കപ്പിന്റെ കൂടുതൽ മഹത്വം എന്ന് പറയാം. ഈ മോഹക്കപ്പ് അത് ഞങ്ങൾ തൂക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ബോളിൽ 9 റൺസ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മിറക്കിൾ സംഭവിച്ചാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചു. പക്ഷേ ഞങ്ങളിതാ ആ കപ്പ് ഇങ്ങ് തൂക്കിയെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്തായാലും അത്രയും സന്തോഷകരമായ, ഞങ്ങളുടെ PCRലും ഞങ്ങളുടെ ഡെസ്കിലിരിക്കുന്ന എല്ലാവരും അത്രയും ആകാംക്ഷപൂർവ്വം നോക്കിക്കേണ്ട ഒരു മത്സരം. ഒരുപക്ഷേ നേരത്തെ PCRൽ നിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് വളരെ അനായാസം വിജയിക്കാൻ സാധിക്കുമായിരുന്ന മത്സരം കൈവിട്ടല്ലോ എന്ന് എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു. പക്ഷേ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞങ്ങളിതാ കപ്പ് തൂക്കിയിരിക്കുന്നു. 2ാം ലോക T20 കിരീടം അത് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുകയാണ്. ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. 8 റൺസിന് മികച്ച പോരാട്ടം. ഇതൊരു കായിക വീരൻ തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനായി ആ കപ്പ് നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അവസാന ഓവറിൽ, ആ ക്രൂഷ്യൽ ഓവറിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചരിത്രം എഴുതാനെത്തിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് വീണ്ടും അവർ നിരാശപ്പെടുകയാണ്. കണ്ണീരണിഞ്ഞുകൊണ്ട് താരങ്ങൾ ഗ്രൗണ്ട് വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആഹ്ലാദ നിമിഷം. ഇന്ത്യക്ക് ചരിത്ര മുഹൂർത്തം. 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ലോക T20 കിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കുന്നു. രോഹിത് ശർമ്മ എന്ന നമ്മളുടെ ഹിറ്റ്മാൻ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ അദ്ദേഹം കണ്ണീരണിഞ്ഞ ആ നിമിഷത്തിൽ ഈ കപ്പ് നമ്മൾ തൂക്കുമെന്ന് ആയിരിക്കും ഒരുപക്ഷെ വിരാട് കോഹ്ലി അവിടെ എത്തിപ്പറഞ്ഞത്. ആ രീതിയിൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചു. ഒപ്പം തന്നെ ശിവം ദുബെ അടക്കമുള്ള താരങ്ങൾ ഈ ഒരു മനോഹരമായ ഇന്നിംഗ്സ് പടുത്തുയർത്താൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ ബാറ്റർമാരും ബൗളർമാരും ഒത്തിണക്കത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആ കപ്പ് തൂക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. T20യുടെ 2ാം ലോക കിരീടം ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു. മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായനായ ആ ഒരു നായകന്റെ കീഴിൽ നേടിയ ട്രോഫികളല്ലാതെ മറ്റ് ഒരു ട്രോഫികളും 2013 ശേഷം ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയിരുന്നില്ല. 7 മാസങ്ങൾക്ക് മുമ്പ് അനായാസം നമ്മൾ വിജയിക്കുമെന്ന് കഴിയ ഏകദിന ലോകകപ്പ് ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിജയ നിമിഷത്തിനായി, ഈ ഒരു നേട്ടത്തിനായി ഇപ്പോൾ അത് രോഹിത്തും സംഘവും സ്വന്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വിജയത്തിന്റെ നിമിഷം. കണ്ണീരണിഞ്ഞുകൊണ്ട് താരങ്ങൾ ഗ്രൗണ്ട് വിടുന്നു. സഞ്ജു സാംസൺ ഒരുപക്ഷെ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചില വിഷമങ്ങൾ നമുക്കുണ്ട് എങ്കിൽ പോലും മലയാളിയെ സംബന്ധിച്ച് അത് വലിയ വിഷമമായിരുന്നെങ്കിൽ പോലും ഇത് എല്ലാം മറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ലോക T20 കിരീടം അത് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു. അതിൽ നിർണായകമായത് ഫാസ്റ്റ് ബൗളർമാരുടെ പ്രത്യേകിച്ച് ഫാസ്റ്റ് ബൗളർമാരുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ്. ജസ്പ്രീത് ബുംറ എന്ന നമ്മുടെ വജ്രായുധം, ഹർഷദീപ് സിംഗ് എന്ന യുവ ബൗളർ, ഒപ്പം തന്നെ പരിചയസമ്പന്നനായ ഹാർദിക് പാണ്ഡ്യ, ഈ 3 പേരുടെയും ഒത്തിണക്കത്തോടെയുള്ള അവസാന ഓവറുകളുടെ ആ ഒരു കാര്യം തന്നെയാണ്, ആ ഒരു ഓവറുകൾ തന്നെയാണ് ഈ ഒരു മത്സരത്തിന്റെ വിധി നിർണയിച്ചത്. അതിലൂടെ ഇന്ത്യ 2ാം T20 ലോക കിരീടം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇനി സ്വന്തമായ ഒരു കപ്പ് കൊണ്ട് മടങ്ങാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.